അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂർ ഫാത്തിമ ഇന്ന് വളരെയധികം ദയനീയ അവസ്ഥയിലാണ്. അവളുടെ മനസ്സാകെ പതറിപ്പോകുന്നു. ഇല്ല, തൻ്റെ നാഫിക്ക, തന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന തൻ്റെ നാഫിക്ക എന്നോടങ്ങനെ പറയാൻ കാരണം എന്താ? ആരാണെന്നറിയില്ല, എന്താണെന്നറിയില്ല. എന്തോ ഒന്ന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ നാഫിക്ക അങ്ങനെ പറയില്ല. ഹേയ്, എന്നോട് ഇതുവരെയും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. നാഫിക്ക സ്വബോധത്തോടു കൂടി അങ്ങനെ പറയുകയുമില്ല. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. പഠിച്ച റബ്ബേ, എന്നെയും നാഫിക്കയെയും വെറുപ്പിക്കണം. ഞങ്ങൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം മുറിച്ചു മാറ്റണം. അതിനുവേണ്ടി ആരൊക്കെയോ ഇതിനുള്ളിലുണ്ട്. അതിൽ പ്രധാനമായിട്ടും നൂർ ഫാത്തിമയ്ക്ക് സംശയമുള്ളത് മറ്റാരെയുമല്ല, അതെ, മനാഫ്. അവൻ ഒരുപക്ഷെ ഞാനും നാഫിക്കയും വെറുത്തു കഴിഞ്ഞാൽ എന്നെ സ്വന്തമാക്കാൻ എളുപ്പമാകുമല്ലോ എന്നുള്ള ചിന്തയായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളായിരിക്കുമോ? പഠിച്ചവനെ, ഞാൻ തെറ്റിദ്ധരിക്കുകയല്ല. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സങ്ങനെ തോന്നാണ്. ഇതൊക്കെ എൻ്റെ നാഫിക്കയോട് തുറന്നു പറയണം. എനിക്കെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണം. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് നാഫിക്കക്ക് ദേഷ്യം വരും. എൻ്റെ ഉസ്താദിനെ പിന്നെ എൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ മടി കാണിക്കുകയാണ്. പക്ഷേ എൻ്റെ നാഫിക്കയുടെ ആ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ് എൻ്റെ ജീവിതം? ജീവിതത്തിൽ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അതെൻ്റെ നാഫിക്ക മാത്രമാണ്. മരിക്കുവോളം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണം, അതാണ് എൻ്റെ മനസ്സിലുള്ളത്. അല്ലാതെ ഒരിക്കലും പണം കണ്ടിട്ടോ പ്രതാപം കണ്ടിട്ടോ ഒന്നും ഞാൻ ആരെയും മോഹിച്ചിട്ടില്ല. ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത പോലെ ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം വരുമ്പോഴേക്കും അതൊക്കെ തട്ടിത്തെറിപ്പിക്കുന്ന പോലെയാണ് അനുഭവപ്പെടുന്നത്. എന്താണെന്നറിയില്ല. ഞാനും നാഫിക്കയും ഒരുമിച്ച് നിൽക്കുന്നത് തന്നെ ഇഷ്ടമില്ലാത്ത ആരൊക്കെയോ ഉണ്ട്. ആ ദിവസം നാഫി ഉസ്താദ് പെട്ടെന്ന് റൂമിൽ നിന്ന് ICUയിലേക്ക് പോയി. കൂടുതലായിട്ട് നൂർ ഫാത്തിമയോട് സംസാരിക്കാനും നിന്നില്ല. അതെല്ലാം നൂർ ഫാത്തിമയ്ക്ക് ശരിക്കും വല്ലാതെ അങ്ങ് ഫീൽ ചെയ്തു. ICUയിലേക്ക് പെട്ടെന്ന് വന്ന നാഫിക്കയോട് അതാ ഉമ്മ ചോദിക്കുന്നു, നാഫി മോനെ, എന്താടാ നീ ഇത്ര പെട്ടെന്ന് പോകുന്നത്? കുറച്ച് സമയം അവിടെ നിൽക്കണ്ടേ? നൂർമോൾ ഒറ്റയ്ക്കല്ലേ, നമ്മളവളെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? പാവാണ്. നീ എന്താ ഇത്ര പെട്ടെന്ന് തന്നെ ICUയിലെത്തിയത്? കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം, അപ്പം നിനക്ക് പോന്നാൽ പോരെ? ഉമ്മ പോയിക്കോളൂ, ഞാനിവിടെ നിന്നോളാം. അപ്പോഴാണ് ഉമ്മ ഉസ്താദിൻ്റെ മുഖം ശ്രദ്ധിച്ചത്. വല്ലാതെ അങ്ങ് ചുവന്ന് തൊടുത്തിട്ടുണ്ട്. മോനെ, എന്തു പറ്റി? മുഖത്തെന്തോ ഒരു ഇതുണ്ടോ? ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. എന്തുണ്ടെങ്കിലും ഉമ്മയോട് തുറന്ന് പറയണം. എന്താ, നീയും നൂർമോളും തമ്മിൽ എന്തെങ്കിലും? സൗന്ദര്യ പിണക്കങ്ങളൊക്കെ സാധാരണയാണ്, അതെല്ലാ ദാമ്പത്യ ജീവിതത്തിലുണ്ടാകും. അത് പിന്നെ ശരിയാകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിനേക്കാൾ ഇരട്ടി സ്നേഹം നിങ്ങൾക്കുള്ളതുപോലെ തോന്നും. അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് അത് എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ, ഇപ്പോഴും തീർന്നിട്ടില്ലല്ലോ പരിഭവം? എന്തു പറ്റി? ഹേയ്, ഒന്നുമില്ലമ്മ, ഉമ്മ പോയിക്കോളൂ, ഞാനിവിടെ നിന്നോളാം. എന്താ മോനെ, നിൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിനെ കുറിച്ചാണോ? അങ്ങനെയാണെങ്കിൽ മോന് പൊയ്ക്കോ. മോന് ഇവിടെ നിൽക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിന്നോളാം. പിന്നെ എൻ്റെ ആങ്ങളെ എങ്ങാനും വിളിച്ചുകൊണ്ട് മോന് പൊയ്ക്കോ. മോനിപ്പോൾ ഉംറൻ്റെ കാലും ഒക്കെ ആയില്ലേ, അപ്പോൾ പിന്നെ എന്തായാലും വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും പോയിട്ടില്ലെങ്കിലൊക്കെ, അല്ലേ? ചെല്ല്, മോന് പോയിക്കോളൂ. ഞാൻ പറഞ്ഞില്ലേ, ഉപ്പയെ ആലോചിച്ചിട്ട് വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നൂർമോളെ വേണമെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ നിർത്താൻ തന്നെയാണ്. പക്ഷേ ഞാൻ ICUയിലാകുമ്പോഴും മോളവിടെ റൂമിലാകുമ്പോഴും അത് നീ പോവുകയാണെങ്കിൽ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാത്തിനും പുറത്തു പോയി സാധനങ്ങൾ വാങ്ങാനും അതൊക്കെ അപ്പോഴും ഉപ്പാൻ്റെ അടുത്ത് ആരും ഉണ്ടാവില്ല. പക്ഷെ അവളില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയാ വെച്ചാൽ ചെയ്തുകൊണ്ട് തൽക്കാലം സിസ്റ്ററിനെയൊക്കെ ഏൽപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ റൂമിൽ ഒരാളുണ്ടാകുമ്പോൾ അവളെ നല്ല രീതിയിൽ നോക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ്. ഒരു കുഴപ്പവും വരാൻ പാടില്ല.
മാനസികമായും ശാരീരികമായും നല്ല രീതിയിൽ അവളെ നോക്കണം. പിന്നെ പൊന്നു മോനെ, ഈ സമയത്ത് അവൾക്കൊരു വിഷമം വരാൻ പാടില്ല. അതുകൊണ്ടല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോളെ അടുത്ത് പോയിട്ട് നോക്കിയിട്ട് ഭക്ഷണം കഴിച്ചോ മോളെ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ പെരുമാറുന്നത്. അത് ഈ സമയം എന്ന് വെച്ചാൽ മോനെ ഗർഭകാലമാണ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ടെൻഷനായി കഴിഞ്ഞാലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അത് ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുക. ശരിക്കും അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ അത് ശരിക്കും ബാധിക്കും. കുട്ടിക്ക് ടെൻഷൻ, നമ്മൾക്ക് ഉമ്മമാർക്ക് ടെൻഷനായി കഴിഞ്ഞാൽ മക്കൾക്കും അത് ഉണ്ടാകും. എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസൊക്കെ വരും. അപ്പോൾ നമ്മൾ ഈ ഗർഭകാലം നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറയണമെന്ന് അതിൻ്റെ അർത്ഥം അതാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. കാരണം അവരുടെ മനസ്സും ശരീരവും എല്ലാം ആ കുഞ്ഞിനോട് ബന്ധപ്പെട്ട് നിൽക്കല്ലേ. അപ്പോൾ എല്ലാ കുഞ്ഞിനും ലഭിക്കുമല്ലോ. ടെൻഷൻ വന്നാൽ ആ ഒരു ഹോർമോണ് അത് കുട്ടിക്ക് ലഭിക്കും. അതുപോലെ സന്തോഷം വന്നാലും ഒക്കെ അതിൻ്റെ വളർച്ചയെ ബാധിക്കും. അതിൻ്റെ മെമ്മറി പവറിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് തന്നെയല്ലേ, ഗർഭസ്ഥ ശിശു ഉണ്ടാകുമ്പോഴേ അല്ലെങ്കിൽ ഗർഭിണി ആയിരിക്കുമ്പോഴേ നമ്മൾ അവരെ മാക്സിമം ഹാപ്പി ആക്കണം. നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യണം. അവരൊരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. അതാ കുഞ്ഞിൽ നിഴലിക്കും. അതുകൊണ്ടാണ് ഉമ്മ പറഞ്ഞതെല്ലാം അതാ നാഫിയ ഉസ്താദ് കേൾക്കുന്നു. നാഫിയ ഉസ്താദിന് എന്തൊക്കെയോ മനസ്സിൽ ഓരോ ചിന്തകൾ വരുന്നു. ഞാനിതുവരെ എൻ്റെ നൂർ ഫാത്തിമയെ കെയർ ചെയ്യാതിരുന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെയാണ് അവളെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അവളുടെ മനസ്സിൽ ഞാനറിയാത്ത എന്തോ ഒരു സംഭവമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് ഏറ്റവും വലിയൊരു ഷോക്കായി മാറി. ചിലപ്പോൾ തോന്നും ഒരിക്കലുമില്ല, ആ നേഴ്സ് അങ്ങനെ വെറുതെ പറഞ്ഞതായിരിക്കുമെന്ന്. പക്ഷേ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ മൗനമായിരുന്നു അവൾക്ക് സമ്മതം. അവളൊരിക്കലും ഇല്ല, അങ്ങനെയില്ല നാഫിക്ക, അങ്ങനെ ഒന്നും നിങ്ങളോട് ഞാൻ മറച്ചു വെച്ചിട്ടില്ല, അവൾ എന്നോട് തുറന്ന് പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ നൂർ ഫാത്തിമ കളവ് പറയില്ല. എൻ്റെ നൂർ ഫാത്തിമ കളവ് പറയില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ച്. മൗനമാണ്. ഞാൻ എന്ത് ചോദിക്കുമ്പോഴും മൗനമാണ് അവൾ. ഒരിക്കലും ഇല്ല നാഫിക്ക എന്നവൾ പറഞ്ഞില്ല. അതുകൊണ്ടാണ് മനസ്സ് വല്ലാതെ വേദനിച്ചത്. അപ്പോൾ ഉണ്ട് എന്നാണല്ലോ, അവളുടെ മനസ്സിൽ മറച്ചു വെക്കുന്ന എന്തോ ഉണ്ട്. മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ നൂർ ഫാത്തിമയോടുള്ള സ്നേഹം എനിക്ക് കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ എന്താണെന്നറിയില്ല, അവൾ എന്തിനാണ് എന്നോടത് മറച്ചു വെക്കുന്നത്. എങ്കിലും ആ സിസ്റ്റർ പറഞ്ഞ കാര്യം ഇടയ്ക്ക് നിങ്ങൾ ആ ഫോണൊന്ന് എടുത്ത് നോക്കുവേണ്ടി. ഒരിക്കലും എൻ്റെ നൂർ ഫാത്തിമ അങ്ങനെയൊന്നും ചെയ്യില്ല. അതെനിക്കറിയാം. അവൾ അള്ളാഹുവിനെ ഭയമുള്ള കുട്ടിയാണ്. ഒരിക്കലും ഒരു തെറ്റായ പ്രവൃത്തി എൻ്റെ പെണ്ണ് ചെയ്യില്ല എന്നെനിക്കറിയാം. പക്ഷേ എങ്കിലും ഈ ഒരു കാര്യം എന്തിനാണ് അവൾ എന്നോട് മറച്ചു വെക്കുന്നത് എന്നെനിക്കറിയുന്നില്ല. എന്താണ് അവളുടെ ലൈഫിൽ ഉള്ളത്? ഞാനല്ലാതെ മറ്റൊരാളോട് അവൾക്കൊരു സ്നേഹം ഉണ്ടാവുമോ? അങ്ങനെയൊന്നും അവൾ ചെയ്യില്ലല്ലോ. എന്നാൽ അവൾക്കതെന്നോട് തുറന്ന് പറഞ്ഞൂടെ? മോനെ, നീ പോയിരുന്നില്ലടാ, നീ എന്തിങ്ങനെ ആലോചിക്കണത്? ഉമ്മ, ഞാൻ പോകുന്നില്ല, ഉമ്മ തന്നെ പോയിക്കോളൂ റൂമിലേക്ക്. ആ പെണ്ണിനങ്ങനെ ഒറ്റക്കിട്ട് നിൽക്കാൻ പാടില്ല. എനിക്ക് പറ്റൂലെങ്കിൽ പറയ്, ഞാൻ അവളെ വീട്ടിൽ കൊണ്ടായിക്കോളാം. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ, വീട്ടിലാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ വാ നമുക്ക് ഡിസ്ചാർജ് വാങ്ങി പോവാം. ആ കുട്ടിയെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ഓന് പെട്ടെന്ന് ഇങ്ങോട്ട് റൂമിൽ നിന്ന് ഇപ്പോൾ വരികയാണ്. നാഫി മോനെ, എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പോയിക്കോളാം ഓളടുത്തേക്ക്. എങ്കിലും ഉപ്പാൻ്റെ അടുത്ത് നിന്നാൽ മതി. എങ്കിലും ഓളെ ഞാൻ ബുദ്ധിമുട്ടിക്കൂല. കാരണം ഞാനാണ് അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് നിന്നോട് പറഞ്ഞത്. ഒരിക്കലും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. നിങ്ങളെങ്ങനെയെങ്കിലും സുഖമായി ജീവിക്കട്ടെ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ. എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടൊന്നല്ല. എങ്കിലും ഇവിടെ ഉപ്പയുടെ അടുത്ത് തന്നെ നിൽക്കുന്നത് പലവട്ടം കിടന്നുറങ്ങാനൊക്കെ തോന്നും, ക്ഷീണം കൊണ്ടൊക്കെ. പക്ഷേ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നല്ല രീതിയിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത്രക്കും സമയം നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ നീ എന്താ പെട്ടെന്ന് അവളുടെ അടുത്തുനിന്ന് ഇപ്പോൾ 2 ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെയാണോ വേണ്ടത്? ഇങ്ങനെയാണോ എന്നെ പഠിപ്പിച്ചത്? അവൾക്ക് അങ്ങനെ ടെൻഷൻ വന്നിട്ട് എന്തെങ്കിലും ആവട്ടെ, ബാക്കി ഞാൻ പറഞ്ഞു തരാം. ഉമ്മ അതാ ഉസ്താദിനോട് ചൂടാകുന്നു. ഉമ്മ, എന്താ എന്നോടൊന്നും മിണ്ടണ്ട. നീ എന്തത്ര പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു? നിനക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ അവളെ നോക്കിക്കോളാം.
ഞാനല്ലേ എന്തായാലും ഇവിടം വരെയൊക്കെ എത്തിച്ചത്. ഉമ്മ അതാ ദേഷ്യത്തോടെ റൂമിലേക്ക് പോകുന്നു. ഉമ്മ വാതിലിൽ മുട്ടുന്നു. മോളെ, നൂർ മോളെ. നൂർ ഫാത്തിമ വാതിൽ തുറന്നു. അവളുടെ മുഖം വല്ലാണ്ടിരിക്കുന്നു. വല്ലാതെ അങ്ങ് കണ്ണുകൾ നിറഞ്ഞ പോലെയൊക്കെ. മോളെ, എന്തു പറ്റി? ഉമ്മയുടെ ആ ചോദ്യം കേട്ടപ്പോൾ അതാ നൂർ ഫാത്തിമയുടെ കണ്ണുകൾ ഒന്നും കൂടി നിറയുന്നു. ഉമ്മ. എന്താ മോളെ? എന്തോ ഒന്നുണ്ടല്ലോ. നാഫിക്കും ചെറുതായിട്ട് എന്തൊരു ടെൻഷൻ ഉണ്ടല്ലോ. നിന്റെ മുഖത്ത് നോക്കുമ്പോഴത് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും? ഹേയ് ഇല്ല ഉമ്മ, ഒന്നുമില്ല. പിന്നെന്താ മോളെ? എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട്. അത് ഉമ്മയോട് തുറന്നു പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. കാരണം ഭാര്യയും ഭർത്താവല്ലേ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ തന്നെ തരണം ചെയ്യണം. അല്ലാതെ ഞാനൊരാൾ ഇതിനിടയിൽ കിടന്നിട്ട് കളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ തമ്മിൽ തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് പരസ്പരം പറഞ്ഞ് തെറ്റുകളൊക്കെ തിരുത്തി റെഡിയാവണം. അതാണ് വേണ്ടത്. അല്ലാതെ മൂന്നാമതൊരാൾ ഇതിൻ്റെ ഇടയിൽ ആവശ്യമില്ല. അത് പാടില്ല. നിങ്ങളെ പ്രശ്നം നിങ്ങൾ തീർക്കുക. അത് മൂന്നാമതൊരാളിലേക്ക് കടക്കുമ്പോഴാണ് അത് വലിയ പ്രശ്നമായി മാറുക. എന്നാലിപ്പോൾ എന്താ ഒരു കാര്യം എന്നോട് നിങ്ങൾ പറയുന്നില്ലല്ലോ. എന്തൊക്കെയോ നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. രണ്ടുപേരും നിങ്ങൾ തന്നെ തമ്മിലത് തീർത്ത് കഴിയാനട്ടോ. എനിക്ക് എൻ്റെ ഹൃദയം നിങ്ങൾ വേദനിപ്പിക്കരുത്. കാരണം ഞാൻ അത്രക്കും ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കുട്ടിയാണ് നീയെ. അന്ന് മക്കത്ത് വെച്ച് നീ എന്നെ പരിചരിക്കാൻ വേണ്ടി വന്ന ആ സമയം സത്യം പറഞ്ഞാൽ എൻ്റെ നൂർമോളെ, നിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അതുമാത്രമല്ല നിൻ്റെ ആ സ്വഭാവവും നിൻ്റെ ആ സഹകരണവും, അതുകൊണ്ടൊക്കെയാണ് ഞാൻ എൻ്റെ മോനോട് അത് പറഞ്ഞത്. അങ്ങനെയാണ് നിന്നെ ഇങ്ങോട്ട് എത്തിച്ചത്. ആ ഒരു സമയത്ത് അറബിയമ്മയുടെ വീട്ടിൽ അവിടെയൊക്കെ നിനക്ക് നല്ല സുഖമായ ജീവിതമായിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷം ഇപ്പോൾ എന്താ? ഇതുവരെ നല്ല ഹാപ്പി ആയിരുന്നു. അൽഹംദുലില്ലാ 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഇന്നലെ വൈകുന്നേരം മുതലേ ഉണ്ട്. ഇന്നും അത് ശരിക്കുമുണ്ട്. അപ്പോൾ എന്താണ്? എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പിഴവുകൾ നിങ്ങൾ രണ്ടുപേരെടുത്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ നൂർ ഫാത്തിമ, എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ബലമായ സംശയം കേട്ടോ, ആ സിസ്റ്റർ ഉണ്ടല്ലോ, ആ സിസ്റ്റർ നാഫിഴിനോട് കൂടുതൽ സംസാരിക്കുന്നതും കൊഞ്ചിക്കുഴയുന്നതും അത് ഒരിക്കലും ഒരു പെണ്ണിനും ഇഷ്ടപ്പെടില്ല അല്ലേ? അതായിരിക്കും പ്രോബ്ലം. എൻ്റെ മനസ്സിൽ അതാണ് തോന്നിയത്. അത് നിങ്ങളങ്ങ് പറഞ്ഞു തീർക്കണം. ഉമ്മ, ഹേയ് ഇല്ല, ഞാനങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ആര് പറഞ്ഞു മോളെ? അങ്ങനെയൊക്കെയാണ് ഏതൊരു പെണ്ണിനും വിഷമം വരിക. നമ്മുടെ സ്വന്തം ആണുങ്ങൾ മറ്റൊരു പെണ്ണിനോട് അല്ലെങ്കിൽ മറ്റൊരു പെണ്ണ് നമ്മുടെ ഭർത്താക്കന്മാരോട് കൊഞ്ചിക്കഴിഞ്ഞുള്ള സംസാരം, അവരോട് നല്ല രീതിയിൽ ചിരിയും കളിയും സംസാരവും ആയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ ഇടവരുമ്പോൾ എന്തൊക്കെ തന്നെയായാലും മനസ്സ് വല്ലാതെ അങ്ങ് വേദനിക്കും. അവരോടുള്ള ഒരു വിശ്വാസം നമുക്ക് നഷ്ടപ്പെടും. പിന്നെ വിശ്വാസം ഒരു വട്ടം നഷ്ടപ്പെട്ടാൽ അത് പിന്നീട് അതങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല കേട്ടോ ഒരിക്കലും. അത് പിന്നെ എന്നും ആ ഒരു വിള്ളലായി അവിടെ നിൽക്കും. അതിനുമേൽ എത്ര തന്നെ സ്നേഹം വാരിക്കോരി ചൊരിഞ്ഞാലും ഒരു പ്രാവശ്യം വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് എന്നും വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെ തന്നെ ആയിരിക്കും. പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അല്ലെങ്കിലും നാഫി ഉസ്താദിനോട് ആ പെണ്ണിന് കുറച്ചധികം അടുപ്പമുണ്ട്. എനിക്കും അത് കണ്ടത് തീരെ പറ്റിയിട്ടില്ല. കൂടുതലായിട്ട് അവൻ ICUവിൽ എത്തുമ്പോൾ കൂടുതലായിട്ട് അതാണ് ഞാൻ പറയുന്നത്. പലവട്ടം ഞാൻ അവനെ റൂമിലേക്ക് പറഞ്ഞേക്കാറുണ്ട്. പക്ഷേ അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വന്നാൽ തന്നെ അവൾ അങ്ങോട്ട് ഓടി വരും. അവളൊരു മെയിൻ ആളാവും. അങ്ങനെ എനിക്കത് തീരെ ഇഷ്ടമല്ല. അവളോട് 2 വർത്തമാനം പറയണമെന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ഹോസ്പിറ്റലല്ലേ, സിസ്റ്ററല്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും നാഫിക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കണം, അല്ലാതെ ശരിയാവില്ല. ഓനോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ആൺമക്കളായാലും പറയുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ. ഇതെന്ന് വെച്ചാൽ നീ എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ പോലെ തന്നെയാണ്. മക്കളോട് ഇങ്ങനെ പറയണേൽ കുഴപ്പമില്ല. പെൺമക്കളോട് ആൺമക്കളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എൻ്റെ ചമ്മലല്ലേ. എന്തായാലും വേണ്ടില്ല, ഒന്ന് പറഞ്ഞു നോക്കണം. ഉമ്മ, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇക്കയോട്. എനിക്കതിൽ കുഴപ്പമില്ല. കാരണം ഒരു ഡ്യൂട്ടി ആവശ്യത്തിൻ്റെ കാര്യത്തിലല്ലേ സിസ്റ്റർ അവിടെ നിൽക്കുന്നതും. അതുമല്ല പിന്നെ കൂടുതലായിട്ട് ഇടപഴകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ കുറച്ച് ദിവസമായില്ലേ സ്ഥിര താമസം, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ആ ഒരു പരിചയത്തിൻ്റെ മുകളിലായിരിക്കും. അല്ലാതെ ഉമ്മ, ഒരിക്കലും ഞാൻ നാഫിക്കയെ തെറ്റിദ്ധരിച്ചിട്ടില്ല. സത്യമായിട്ടും എൻ്റെ നാഫിക്ക ഹേയ് അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ.
എൻ്റെ നാഫിക്ക എന്ന് പറഞ്ഞാൽ പഠിച്ചവന് പേടിയുള്ള ആളാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. നാഫിക്കയുടെ കൂടെ ഇത്ര ദിവസം ഞാൻ ജീവിച്ചിട്ടും എനിക്കത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്താ മോളെ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളിപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നില്ല നിങ്ങളിങ്ങനെ സന്തോഷമില്ലാത്ത ഒരു ജീവിതം. എന്തായാലും വേണ്ടില്ല, നാഫിയോനോട് ഒന്ന് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് സ്ട്രോങ് ആക്കണം. എങ്കിലേ അവൻ്റെ ഒരു പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കുള്ളൂ. എന്തായാലും വേണ്ടില്ല. നൂറുമോളെ, ഞാനിപ്പോൾ വരാട്ടോ, വാതിലടച്ചോ. ഉമ്മ അതാ പുറത്തേക്ക് ഇറങ്ങുന്നു. നാഫി ഉസ്താദ് അതാ ICUവിൽ. ഉമ്മയും അതിനകത്തേക്ക് കിടക്കുന്നു. ആ, ഉമ്മ വന്നോ? അപ്പോഴേക്കും ആ സിസ്റ്റർ ദാ അങ്ങോട്ടെത്തിയിരുന്നു. അവർ ഉമ്മയെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ പുറത്തു പോകാൻ ഒരുങ്ങി. ഉമ്മാക്കത് കണ്ട് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം പിടിച്ചു. ഉമ്മ പറഞ്ഞു കുറച്ച് ശബ്ദത്തിൽ തന്നെ, അതേ, ഞാനിവിടെ തനിച്ചുള്ളപ്പോൾ സിസ്റ്ററെ വല്ലാതെ കാണാറില്ലല്ലോ. എൻ്റെ മോൻ ഇവിടെ ഇരിക്കുമ്പോഴാണല്ലോ കൂടുതലായിട്ട് വരുന്നത്. അതെന്താ സംഭവം? അത് ഇക്കാക്ക് എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതെന്താ, എനിക്ക് ഹെൽപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലേ? ഉമ്മ കുറച്ച് സ്ട്രോങ്ങോട് കൂടിയാണ് അത് ചോദിച്ചത്. ശരിക്കും ആ ഒരു അവളോടുള്ള ചോദ്യം ഉസ്താദിന് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇത്ത, നിങ്ങൾ ചൂടാവല്ലേ. അത് ഞങ്ങൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടിയൊക്കെ നിർവഹിക്കുക എന്നുള്ളതാണ് ഞങ്ങളത്. അല്ലേ, ഡ്യൂട്ടി നിങ്ങൾക്കുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ നിന്നെ എപ്പോഴും ഇവിടെ കാണുന്നില്ല. എൻ്റെ മോൻ വരുമ്പോൾ മാത്രമാണ് നിന്നെ കാണുന്നത്. പിന്നെ അവൻ പെട്ടെന്ന് ഇറങ്ങി പോകുമ്പോൾ നീ പിന്നാലെ പോകുന്നുണ്ട്, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. വേറൊന്നുമല്ല. എന്താ ഡ്യൂട്ടി? ഇതിപ്പോൾ ആണുങ്ങളുള്ളപ്പോൾ മാത്രം ഡ്യൂട്ടിക്ക് സിസ്റ്റർമാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, നിയമം അറിയില്ലല്ലോ എനിക്ക്. ഞാനൊന്ന് ചോദിച്ചു എന്ന് മാത്രം കേട്ടോ. ഉമ്മയുടെ ആ ഒരു ചോദ്യം അതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ആ സിസ്റ്റർ. എന്താ ഉമ്മ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് ഓരോ ടൈമുണ്ട് ഡ്യൂട്ടിയുടെ. ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഏൽപ്പിച്ച ജോലി ചെയ്യേണ്ടതാണ്. അതുതന്നെ പറയുന്നത്. എൻ്റെ മോൻ ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമാണോ എനിക്ക് ഡ്യൂട്ടി ടൈം? അതാ ചോദിച്ചത്. ആ സിസ്റ്റർ ഒന്നും മിണ്ടാതെ അതാ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഉമ്മ, അതേതായാലും നന്നായി ഉമ്മ ചോദിച്ചത്. മോനെ, നീ എന്നോട് വല്ലാതെ മിണ്ടണ്ട. അതെന്തോ ഉമ്മ, നിനക്കെന്താ ശരിക്കൊന്ന് കാര്യങ്ങൾ പറഞ്ഞൂടെ അവളോട്? അവളിവിടെ ഇരിക്കുമ്പോൾ ഒന്നുകിൽ നീ പുറത്തേക്കൊന്ന് ഇറങ്ങി ചെല്ലണം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. പെണ്ണുങ്ങളാണ്, ചതിക്കാൻ വേണ്ടി വരും. ഒന്നും നമ്മൾ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എന്താണ് അവരുടെ മനസ്സിലിരിപ്പ് ഒന്നും നമുക്ക് അറിയില്ല. പിന്നെ ആ ഒരു കാര്യത്തിൻ്റെ പേരിലൊക്കെ ദാമ്പത്യ ജീവിതം തകരുവാൻ വരെ കാരണമുണ്ട്. അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട്. തെറ്റിദ്ധാരണയുടെ പേരിൽ, ഒരാളെ ചതിച്ചതിൻ്റെ പേരിൽ, അങ്ങനെയൊക്കെ. ഉമ്മ, നിങ്ങൾ എന്താ പറയുന്നത്? അതെ, ഞാൻ അതന്നെ പറയുന്നത്. ആ പെണ്ണ് വല്ലാതെ അങ്ങോട്ട് അടുത്തേക്ക് വരുമ്പോഴേ വല്ല അങ്ങോട്ട് മാറിപ്പോകാൻ ശ്രമിക്കണം. മൈൻഡ് ചെയ്യണ്ട. ഉമ്മ, ഒരിക്കലും ഞാനല്ല. മെഡിസിൻ വാങ്ങാൻ പോകുമ്പോൾ എൻ്റെ പിന്നാലെ, ICUവിലെത്തുമ്പോൾ അതാ ഓടി വരുന്നു. ഞാനെന്ത് ചെയ്യാനാ? ഞാനൊന്നും അവളോട് പറയുന്ന പോലുമില്ല. അവൾ ഓരോന്നങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും. പലപ്പോഴും എനിക്ക് ദേഷ്യം വരും. പലപ്പോഴും ഞാൻ മിണ്ടാറില്ല. മോനെ, അങ്ങനെയൊക്കെ ആളുകളെ പിഴപ്പിക്കാനേ ഒരുപാട് ആളുകളുണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്യരുത്. ഉമ്മ, ഞാൻ മൈൻഡ് ചെയ്തില്ല. അല്ല മോനെ, എനിക്ക് ചെറിയൊരു ഡൗട്ട്. ഈ പെണ്ണിങ്ങനെ നിൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ടാണോ നിനക്ക് നൂർ ഫാത്തിമയോട് എന്തോ ഒരു ഇതുണ്ടല്ലോ? നാഫി ഉസ്താദ് അത് കേട്ട് ഞെട്ടിപ്പോയി. എന്ത് ഉമ്മ? അല്ലേ, നിങ്ങൾ രണ്ടുപേരും എന്തോ ഒരു... ഉസ്താദ് തല താഴ്ത്തി. പറ മോനെ, നിങ്ങൾ തമ്മിൽ എന്താ പ്രോബ്ലം? അതൊന്ന് പെട്ടെന്ന് തീർക്കാഞ്ഞാലേ എനിക്ക് പറ്റില്ല കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച കുട്ടിയാണത്. ഞാനാണ് അവളെ നിനക്ക് വേണ്ടി സമ്മാനിച്ചതും. അതുകൊണ്ട് അവൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല. നിന്നോട് നേരത്തെ പറഞ്ഞതാണല്ലോ. അപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. എന്ത് കാര്യം? ഞാൻ തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിന് നീ എതിരൊന്നും പറയരുത്. എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മളത് കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യരുത്. അതൊരു പക്ഷേ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പിന്നെ നൂർ ഫാത്തിമയെ വിഷമിപ്പിക്കുകയാണെങ്കിൽ, അവളോട് നിനക്ക് വല്ലാതെ മൈൻഡില്ലെങ്കിൽ, നിനക്ക് അവളോട് മിണ്ടാൻ പ്രയാസമാണെങ്കിൽ, ഞാൻ ഒരു കാര്യം പറയാം. ഉമ്മ, എന്ത് കാര്യം? എനിക്ക് അവളോട് മിണ്ടാൻ പ്രയാസമൊന്നുമില്ല. ഹേയ്, ഒന്നുമില്ല. ചെറിയൊരു
വിഷമകരമായൊരു വാർത്ത കേട്ടു. അപ്പോൾ അതിനോട് ഞാനൊന്ന് ചോദിച്ചു, അതേ ഉള്ളൂ. അതിനവൾ കറക്റ്റായിട്ട് ഒരു മറുപടി തന്നില്ല. അതാണ് ഞാൻ ഇത്രയധികം വിഷമിച്ചത്. മോനെ, എന്തായാലും വേണ്ടില്ല, നിങ്ങളുടെ പിണക്കങ്ങളൊക്കെ അങ്ങ് മാറട്ടെ. ഞാൻ അറബിയമ്മയെന്ന് വിളിക്കട്ടെ. ഉമ്മ, എന്തിന്? അവൾ പോയിക്കോട്ടെ. അവൾ അവിടെയല്ലേ ഒരുപാട് ദിവസം ജീവിച്ചത്. അറബിയമ്മ ഒരു വിഷമവും ഇല്ലാതെ അവളെ നല്ല രീതിയിൽ സംരക്ഷിച്ചില്ലേ. അവൾക്ക് ഏറ്റവും സേഫ്റ്റി അവിടെയാണെന്ന് എനിക്ക് തോന്നാണ്. അത് കേട്ട് ഉസ്താദ് ഞെട്ടിപ്പോയി. ഉമ്മ, ഹേയ്, എന്തിന്? എനിക്ക് അവളോടൊന്നുമില്ല. എനിക്ക് അവളോട് ഒരു പരിഭവമില്ല. മോനെ, വേണ്ട, കുറച്ച് ദിവസം അവൾ ഇവിടെ നിൽക്കട്ടെ. അല്ലെങ്കിലും ഈ ഹോസ്പിറ്റലിലും കാര്യങ്ങളും തിരക്കൊക്കെ ആകുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും നിനക്കും അവൾക്കൊക്കെ. നീ നിൻ്റെ ഡ്യൂട്ടിക്ക് പോയിക്കോ, ഉംറയ്ക്ക് വേണ്ടി പോയിക്കോ. കുഴപ്പമില്ല, അവളും പോട്ടെ. പിന്നെ ഞാനിവിടെ നിന്നോളാം ഉപ്പയുടെ അടുത്ത്. എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ആകുമ്പോൾ ഞാനിവിടെ തന്നെ നിന്നോളാമല്ലോ. വേണമെങ്കിൽ അത്യാവശ്യത്തിന് ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കുകയും ചെയ്യാം. എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് ആങ്ങളമാരും ഒക്കെ ഉണ്ടല്ലോ, മക്കളൊക്കെ ഉണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ ഉപ്പയുടെ ഫാമിലിയിൽപ്പെട്ട അവരും വേണമെങ്കിലുണ്ട്. പക്ഷേ അവരുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരൊന്നും നിൽക്കാത്തത്. ഉമ്മ, നിങ്ങൾ എന്താ പറയുന്നത്? അതേ മോനെ, നീ പോയിക്കോ. നീ പോയിക്കോ ഉംറക്ക്, നിൻ്റെ ഡ്യൂട്ടിക്ക് പോയിക്കോ. അല്ലാതെ ഇവിടെ എന്തിനാ നീ വെറുതെ എങ്ങനെ? എൻ്റെ നൂർമോൾ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു സന്തോഷമാണ് നീ ഇവിടെ നിൽക്കുന്നത്. വേണ്ട, അവളും പോയിക്കോട്ടെ. ഒന്നെങ്കിൽ അവൾ മദീനയിലേക്ക് പോകട്ടെ, അല്ലെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോകട്ടെ. ഏറ്റവും സേഫ്റ്റി എനിക്ക് തോന്നുന്നത് മദീനയാണെന്നാണ്. അറബി ഉമ്മക്ക് അവളെ ഒന്ന് കാണാൻ, അവളെ കൂടെ ഒന്ന് നിൽക്കാൻ വല്ലാതെ കൊതിയാകുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നോട് പലവട്ടം വിളിച്ച് ചോദിച്ചിരുന്നു. ഈ ഒരു സമയത്ത് അവളെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണമല്ലോ ഏറ്റവും നല്ലതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നിർത്തിയത്. ഇനിയിപ്പോൾ വേണ്ട, അവൾ പോയിക്കോട്ടെ. പിന്നെ അറബിയുമ്മ പ്രത്യേകം പറയുന്നുണ്ട്, സുൽഫത്ത്, നൂർ ഫാത്തിമയുടെ ആദ്യ പ്രസവമല്ലേ, അത് ഇവിടെ തന്നെ ആയിക്കോട്ടെ കേട്ടോ. ഇവിടെ വെച്ചല്ല നിക്കാഹൊക്കെ കഴിഞ്ഞത്. അത് ഇവിടെ തന്നെ ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അറബിയമ്മ എന്നോട് പറഞ്ഞിരുന്നതും. എന്തായാലും ദാ 5 മാസം തികഞ്ഞു, 6ാം മാസത്തിലേക്ക് ദാ കടന്നു. അപ്പോൾ ഇനി എന്തായാലും 7 മാസമാകുമ്പോൾ പ്രസവത്തിന് കൊണ്ടുപോകുന്ന സമയമൊക്കെയായി. അടുത്ത മാസം സാധാരണ രീതിയിൽ അവൾ പോയിക്കോട്ടെ. ഇനി ഇൻഷാ അല്ലാ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയായിരിക്കും നല്ലത്. അത് കേട്ട് ഉസ്താദ് ഞെട്ടിപ്പോയി. ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, വേണ്ട, അതാണ് നല്ലത്. ഞാനെടുത്ത തീരുമാനം. ഞാനല്ലേ ഈ ഒരു തീരുമാനം എടുത്തത്. നിനക്ക് വേണ്ടി ആ പെണ്ണിനെ തന്നെ വേണമെന്ന് വാശി പിടിച്ചോ നിർബന്ധിച്ചോ അത് ഞാൻ തന്നെയല്ലേ. അതെ, അടുത്ത തീരുമാനം ഞാൻ എടുക്കുകയാണ്. അവൾക്ക് വേണ്ടി, അവൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരിടം ഞാൻ തിരഞ്ഞു പിടിക്കുകയാണ്. അല്ലാതെ ഹോസ്പിറ്റലിൽ നിർത്തുന്നത് ശരിയല്ല. പോരാത്തതിന് നിൻ്റെ ഇപ്പോഴുള്ള ഈ ഒരു സ്വഭാവവും 2 ദിവസമായിട്ടുള്ള അതൊന്നും അവൾക്ക് താങ്ങാൻ കഴിയില്ല. അത്രയ്ക്കും ലോലമായ മനസ്സാണ് എൻ്റെ നൂർ ഫാത്തിമയുടേത്. ഉമ്മ അത് പറയുമ്പോൾ ഉമ്മാക്ക് നല്ല രീതിയിൽ സങ്കടമുണ്ടായിരുന്നു. ഏറ്റവും സേഫ്റ്റി അതെ മദീനയിലെ വീട് തന്നെയാണ്. അറബി ഉമ്മ അവൾ അത്രക്കും നല്ല രീതിയിലാണ് പോറ്റി വളർത്തിയിരുന്നത്. ഒന്ന് വിളിച്ചാൽ അവരിങ്ങ് ഓടിയെത്തും അവളെയും കൊണ്ടുപോകാൻ. ഉസ്താദിന് ശരിക്കും സങ്കടമായി. ഉസ്താദ് തല താഴ്ത്തിയിരുന്നു, കണ്ണുകൾ തുടക്കുന്നു. ഉമ്മക്ക് മനസ്സിലായി, ഏകദേശം ഏറ്റിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറയാഞ്ഞാലേ അത് നടക്കില്ല. അവൾ വിഷമിപ്പിക്കാൻ പാടില്ല. എന്തോ പ്രശ്നമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ 2 പേരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക പറഞ്ഞാൽ അത് ശരിയാവില്ല. ഇങ്ങനൊരു ചെറിയൊരു ഡോസ് കൊടുത്തെങ്കിൽ അവന് ആ സ്നേഹം കെട്ട് അല്ലെങ്കിൽ ആ ദയ അങ്ങോട്ട് മുന്നിലേക്ക് വരുള്ളൂ. അല്ലാതെ അവർ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിലും പുറത്തത് കാണിക്കാതെ നിൽക്കും. അത് ആ പെണ്ണിനെ വലിയ വിഷമമുള്ള സംഭവമായിരിക്കും. കാരണം ഗർഭിണിയല്ലേ. ഗർഭിണികളാവുമ്പോൾ അത് പെട്ടെന്ന് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഉസ്താദ് അവിടെ നിന്നും എഴുന്നേറ്റു. ഉമ്മക്ക് മനസ്സിലായി കുറച്ചൊക്കെ ഏറ്റിട്ടുണ്ട്. ഉമ്മ, എനിക്ക് പള്ളിയിലേക്ക് പോകാനുള്ള സമയമായി. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഉസ്താദ് അതാ റൂമിലേക്ക് പോകുന്നു. സുൽഫത്തുമ്മ വിചാരിച്ചു, കുറച്ചൊക്കെ എങ്ങനെയെന്ന് പറയാഞ്ഞാലേ അത് ശരിയാവില്ല. ഇതിപ്പോൾ സ്ഥിരമായി അവളിവിടെ ഉണ്ടല്ലോ,
അപ്പോൾ പിന്നെ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കാണ് ഇങ്ങനെ നീണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. രണ്ടുപേരും പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞൊഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് അവൾക്ക്, അല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഉപ്പ കണ്ണു തുറന്നു. സുൽഫത്തെ, എന്താടി പ്രശ്നം? അല്ലിക്ക, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടോ? ആ, എൻ്റെ മനസ്സിനുള്ളിലേക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ, പുറത്ത് എനിക്ക് മിണ്ടാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളൂ. വല്ലപ്പോഴും നിങ്ങൾ പറയുന്നതും ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനങ്ങനെ അറിയാതെ മയങ്ങി പോകുമ്പോൾ മാത്രം കേൾക്കില്ല, അല്ലാത്തപ്പോൾ. എന്താടി പ്രശ്നം? എന്താ നൂർമോളെ നീ ഗൾഫിലേക്ക് പറഞ്ഞു വെക്കുകയാണെന്നോ? അതൊക്കെ പറഞ്ഞു കേട്ടു. എൻ്റെ ഇക്ക, അതെ, അവനെ ഒന്ന് വിരട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. അവരെന്തോ ചെറിയ രീതിയിലുള്ള പ്രശ്നമുണ്ട്, പക്ഷെ രണ്ടുപേരും ഓപ്പണായിട്ട് പറയുന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ അവൾ വിഷമിപ്പിക്കാൻ പറ്റൂല, അവൾ പോയിക്കോട്ടെ. ഒന്നെങ്കിൽ അറബിയമ്മയുടെ വീട്ടിൽ മദീനയിലേക്ക് പോവുക, അല്ലെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോവുക. അല്ലാതെ ഇവിടെ അങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല. എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നീട് വലുതാവാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആ കുട്ടിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കും, ഗർഭസ്ഥ ശിശുവിനെയും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റേതായ തീരുമാനം എടുക്കണ്ടേക്ക. വേണം. അതെ, ആ പെണ്ണിനെ നല്ലോണം ശ്രദ്ധിച്ചോണ്ടിട്ടോ. പെണ്ണിനേക്ക? ആ സിസ്റ്റർ ഇല്ലേ, അവൾ മോൻ്റെ പിന്നാലെ തന്നെയാണ് എപ്പോഴും. ഇക്ക, നിങ്ങൾക്കും അത് തോന്നിയോ? എനിക്കും തോന്നി. എന്തൊരു കൊഞ്ചലും കുഴിയാണ് അവൾക്ക്. അത് ആരുടെ ഇടയിലാ? അങ്ങനെയൊന്നുമില്ല. ആള് ശരിയല്ല കേട്ടോ, അവളെ ശ്രദ്ധിച്ചോണ്ടേ. ഉപ്പ വളരെയധികം ദയനീയമായാണ് അത് പറഞ്ഞത്. ഇക്ക, ശരിയാണ്. എൻ്റെ റബ്ബേ, ഇന്നിപ്പോൾ രാവിലെ ഞാൻ പോയാൽ ഇതാ ഇവിടെ വന്നിരിക്കും, സംസാരിക്കും. അങ്ങനെ ഞാൻ ഉള്ളപ്പോൾ വല്ലാതെ വരൂല. എന്നെ കുറച്ചൊരു പേടിയുണ്ട്, എന്താ അറിയില്ല. ഉപ്പ പറഞ്ഞു, പാവാണ് ആ കുട്ടി, നമ്മൾ വിശ്വസിച്ച് വന്നതാണ്. നമ്മളെപ്പോഴും താങ്ങും തണലും വേണം. ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല, ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല. ഇക്ക, എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ നൂർമോളെ എന്ന് വിളിച്ച് അവൾക്കുള്ളതെല്ലാം ഞാൻ കെയർ ചെയ്ത് കൊടുക്കലാണ്. അല്ലാതെ അല്ലടി, നീയല്ല, നമ്മളെ മോനെന്നെ ഈ പെണ്ണിൻ്റെ വലയിലെങ്ങാനും പെട്ട് കഴിഞ്ഞാലേ അത് വലിയ പ്രശ്നമായിരിക്കും. സിസ്റ്റർമാരായാലുണ്ടാവും ഒരു കാരുണ്യം, ദയ, സ്നേഹം, അതൊക്കെ ആണ് പ്രതീക്ഷിക്കൽ. പക്ഷേ ഇങ്ങനെ ഈ ആണുങ്ങളെ വൈത്തല നടക്കുന്നത് അത് ഞാൻ കണ്ടിട്ടില്ല. ഉപ്പ പറഞ്ഞു, എൻ്റെ മോനക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഓളിങ്ങനെ കൂടെ നടക്കണേലൊക്കെ. മോൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. മനുഷ്യന്മാരല്ലേ, ഇബ്ലീസ് കൂടെ നടക്കുകയാണ്. ഏത് സമയത്തും തെറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാകും. ഇബ്ലീസ് അതൊന്നും തെറ്റല്ല, അതൊക്കെ നല്ലതാണ്, അങ്ങനെയൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കും. പക്ഷേ നമ്മൾക്ക് ഈമാനുള്ളവർക്ക് അതിൽ പെട്ടെന്ന് അങ്ങോട്ട് വീഴാൻ കഴിയൂല. അല്ലാത്തവർ എപ്പോഴോ വീണിട്ടുണ്ടാവും. ഇക്ക, മോൻ്റെ കാര്യം വലിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. നമ്മളെ മോനെ അങ്ങനെ ഇവിടെ വീഴൊന്നുമില്ല. അല്ലടി, പറയാൻ പറ്റൂലേ, ഇതിപ്പോൾ എത്ര ദിവസമായി ഇങ്ങനെ ഒപ്പം നടക്കണേ. അതുകൊണ്ടേ എത്രയല്ലോ നമ്മളെ മോൻ്റെ പ്രായം അതല്ലേ. അങ്ങനത്തെ യുവത്വം തുടിക്കുന്ന ഒരു സമയമല്ലേ. ഈ ഒരു സമയത്ത് ഏതെങ്കിലും പെണ്ണുങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആരായാലും ഒന്ന് മയങ്ങിപ്പോകും. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലാ, പടച്ച റബ്ബ് കാക്കട്ടെ എല്ലാ അതാബിനെ തൊട്ടും. ഉമ്മ പ്രാർത്ഥിച്ചു. നാഫിമോന് റൂമിൽ പോയിട്ട് എന്തായാവോ, അവളോട് ശരിക്കും മിണ്ടിയോ പറഞ്ഞോ, അല്ലാഹു ആലം. പഠിച്ച റബ്ബേ, എന്തെങ്കിലും വിഷമങ്ങൾ, പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടെങ്കിൽ പഠിച്ചോനെ നീ അത് തീർത്ത് കൊടുക്ക് റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു.